ഹലോ ഗൈസ്, എല്ലാവർക്കും കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളിവിടെ പുതിയ ട്രാവൽ വ്ളോഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ഐൽ ഓഫ് മാൻ എന്ന് പറഞ്ഞ ഐലൻഡാണ്, എന്നാൽ കൺട്രി ആണോ എന്ന് വെച്ചാൽ അതുമാണ്. ലണ്ടൻ ബേസ് ചെയ്തിട്ടുള്ള റീജിയനാണിത്. സോ ഇവിടുന്ന് നമ്മുടെ സ്നേഫൽ മൗണ്ടൻ ആ ഒരു ലൊക്കേഷനാണ് ആക്ച്വലി ഇത് കവർ ചെയ്യുന്നത്. സോ ഓൾറൈറ്റ് ഗൈസ്, നമുക്ക് നമ്മുടെ റൈഡ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് പതുക്കെ സംസാരിച്ച് വ്ളോഗ് പോലെ പോവാം. നല്ല മഴയാണ്. നമ്മുടെ കയ്യിരിക്കുന്ന ബൈക്ക് BMW 1000RR ആണ്, 2021 എഡിഷനാണ്. ഓൾറൈറ്റ്, ബാക്കിൽ ഇതാണ് ബൈക്ക്, വേറെ ലെവലാണ് ഗൈസ്. ഇത് സ്റ്റാർട്ട് ചെയ്യാം, പതുക്കെ എടുക്കാം. ഓൾറൈറ്റ്, മഴയാണ്, അപ്പം നമുക്ക് ഓരോ സംസാരിച്ചുകൊണ്ടൊക്കെ പോകാമല്ലോ. നല്ല കിടിലം മഴ ഗൈസ്. അപ്പോൾ ഗൈസ്, ഓക്കെ, ഇത് നമ്മളുടെ ഫസ്റ്റ് ട്രാവൽ വ്ളോഗാണ്. പക്ഷേ ഈ മഴ ബൈക്ക് എവിടെയെങ്കിലും ഒതുക്കേണ്ട സാഹചര്യം ഉണ്ടാക്കുകയാണ് എന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, ഇത് നമ്മുടെ 4K നമ്മുടെ വ്ളോഗ് അവൈലബിൾ ആണ്. നമ്മൾ 4K തന്നെ നിങ്ങളിട്ട് മാക്സിമം വാച്ച് ചെയ്യാൻ ശ്രമിക്കുക ഗൈസ്. നമുക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകാം, കാരണം ഞാൻ ഫസ്റ്റ് ബൈക്ക് എടുത്ത എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞാൻ ഇതിൽ ഷെയർ ചെയ്യുന്നത്. നല്ല മഴയാണ്, നമുക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അത്യാവശ്യം ബൈക്ക് കൈ നിൽക്കുന്നില്ല. എവിടെയെങ്കിലും പോയി വീഴുമോ എന്ന് എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം ആൾക്കാർ അവിടെ എവിടെയൊക്കെ നിൽക്കുന്നുണ്ട്. കുറച്ച് കഥ പറഞ്ഞു പോവാം, അതായിരിക്കും നല്ലത്. ഈ സ്ഥലം നിങ്ങൾ ആസ്വദിക്കുക മാക്സിമം. കിടിലം ലൊക്കേഷനാണ്. ഇതിപ്പോൾ നമ്മൾ സൗത്ത് സൈഡിലാണ് ഉള്ളത്. ഐൽ ഓഫ് മാൻ. റോഡ് ഇത്തിരി പെശക്ക് പിടിച്ച റോഡാണ്, സത്യം പറയാമല്ലോ. നമ്മുടെ കേരളത്തിൻ്റെ ഒക്കെ പോലെ ഒന്നും കമ്പയർ പോലും ചെയ്യാൻ പറ്റില്ല. കിടിലം റോഡാണ്, അല്ലാതെ ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ലല്ലോ. കേരളത്തിലെ അവസ്ഥ, വെള്ളം കളി, അതൊക്കെ നമുക്ക് റോഡിനകത്ത് ഇംപ്ലിമെൻ്റ് ചെയ്യാം അല്ലേ. ന്യൂയോർക്ക് വരെ മാറിപ്പോകുന്നതാണ് നമ്മുടെ, അതിലോട്ടൊന്നും ഞാൻ വരുന്നില്ല. ലൊക്കേഷൻ ഇത് കിടിലൻ ലൊക്കേഷനാണ്, കാരണം ഞാൻ ഐൽ ഓഫ് മാൻ എനിക്ക് പോകണമെന്ന് ആഗ്രഹിച്ച് അവസാനം പോയി എന്നുള്ളതാണ്. ഇതിപ്പോൾ ഒരു സിമുലേഷൻ ആണെങ്കിൽ പോലും ആ ഒരു കറക്റ്റുള്ള ഒരു എക്സ്പീരിയൻസ് 1:1 സ്കെയിലിൽ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ബൈക്കിങ്ങിനെ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഈ ഒരു സമയത്ത്, കാരണം മഴയാണ്. കുറച്ചും കൂടെ വേഗത കൂട്ടിയും കുറച്ചൊക്കെ പോയാൽ എവിടെയെങ്കിലുമൊക്കെ അടിച്ചിരിക്കും, മനസ്സിലായോ. പിന്നെ ഭയങ്കര പാടാണ്. എന്നത് ലണ്ടൻ, യുണൈറ്റഡ് കിങ്ഡം റീജിയനാണ് നമ്മൾ നിൽക്കുന്നത്. എന്നാൽ നമ്മുടെ നേറ്റീവ് സ്ഥലമൊന്നുമല്ല. ഇങ്ങോട്ടേക്ക് ഒരു ബൈക്ക് ഓടിച്ച് പോകുക എന്നൊക്കെ പറഞ്ഞാൽ തന്നെ ഭയങ്കര വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഇത് കിടില ലൊക്കേഷനിലൊക്കെയാണ്. ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഒരു 10-5 മിനിറ്റ് റൈഡും കൂടെ കഴിയുമ്പോൾ ഒരു നല്ലൊരു ലൊക്കേഷൻ ലാൻഡ്സ്കേപ്പ് നമ്മളെ കാത്തിരിക്കുന്നു. ഇതിപ്പം ആ ഒരു ടൗൺഷിപ്പും കാര്യങ്ങളൊക്കെയാണ് നമ്മളെ കാണിക്കുന്നത്. ഞാൻ ഫസ്റ്റ് ബൈക്ക് എടുത്ത കഥയെന്നൊക്കെ പറയുകയാണെങ്കിൽ, ഫസ്റ്റ് ഞാൻ കുറേ ആഗ്രഹിച്ച് ബെൻലി TNT 25. ഞാൻ ഒറ്റ മോനായതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് ഭയങ്കര എതിർപ്പായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ അഡ്വാൻസ് കൊടുത്ത ഒരു ബൈക്ക് അതിൻ്റെ പൈസ എനിക്ക് തന്നില്ല. അഡ്വാൻസ് ചെയ്യാൻ പിന്നെ ആരൊക്കെ കയ്യിൽ നിന്ന് കടം മേടിച്ചാണ് സത്യം പറയാമല്ലോ ആ ഒരു ബൈക്കിന് അഡ്വാൻസ് കൊടുത്തത്. പക്ഷേ എന്താന്ന് വെച്ചാൽ അത് വീട്ടിൽ അറിയിക്കാതെ, അവരറിയാതെ ഞാൻ എടുത്ത ഒരു പ്ലാനാണ്. കാരണം എൻ്റെ ഗ്രാൻഡ് മദർ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു.
പക്ഷെ ഒറ്റ മോനായതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഭയങ്കര ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരുന്നു. കാരണം ബൈക്കല്ല ഡേഞ്ചറാണ് എന്നുള്ള രീതിക്ക് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് നോക്കിയപ്പം കോളേജിലുള്ള എല്ലാവർക്കും ബൈക്കും ഉണ്ട്. സോ ഞാനന്നൊന്ന് ആള് കാണിക്കാൻ വെച്ചാൽ അത് ഒബിയസ്ലി അറിയാലോ, കുറച്ചൊരു ചീപ്പ് ഷോയും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയാണ് ബെൻലി TNT 25 മോഡൽ തന്നെ നോക്കി. ആദ്യത്തെ പർച്ചേസ് അട്ടപടലം ഊംഫിന്ന് തന്നെ വേണമെങ്കിൽ പറയാം. കാരണം അത് എടുത്ത് തന്നില്ല ഗൈസ്. അതിൻ്റെ മെയിൻ കാരണം എന്ന് വെച്ചാൽ ബൈക്ക് ഡേഞ്ചറാണ് എന്നുള്ള ഒരു കോൺസെപ്റ്റിൽ അവർ നിൽക്കുന്നതുകൊണ്ടും പിന്നെ ഒറ്റ മോനായതുകൊണ്ട് ആയിരിക്കണം. അന്ന് എനിക്ക് ആ ഒരു പ്രായത്തിൽ മെച്യൂരിറ്റി അറിയാലോ, എത്ര എനിക്ക് 19-20 വയസ്സങ്ങാണ്ട്. അപ്പോൾ കൂട്ടുകാർക്ക് എല്ലാവർക്കും കുറേ പേർക്കൊക്കെ ബൈക്കായി, എനിക്ക് മാത്രം ബൈക്കായില്ല എന്നുള്ള ഫ്രസ്ട്രേഷനിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ആ ടൈമിൽ ഞാൻ 2000 രൂപയ്ക്ക് എങ്ങാണ്ടാണ് അഡ്വാൻസ് കൊടുത്ത്. അത് നല്ലൊരു സ്റ്റോറി ലൈനാണ്. 2000 പോയി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അത് അറിയാലോ, അഡ്വാൻസ് കൊടുത്താൽ പിന്നെ തിരിച്ചു കിട്ടൂല, പിന്നെ ബൈക്ക് എടുക്കാനും പറ്റിയില്ല. സോ പിന്നാണ് ബാംഗ്ലൂരിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നത്. സോ ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്ത സമയത്ത് എന്തുവേണം നടത്താൻ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ കുറേ, അതായത് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഒരു ബൈക്ക് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ബെനലി തന്നെ, അതും 25 250cc മോഡലായിരുന്നു. അങ്ങനെ അത് നമ്മൾ എടുത്തെന്ന് മാത്രമല്ല, അതെടുത്തപ്പോൾ കിട്ടിയൊരു സാറ്റിസ്ഫാക്ഷൻ വളരെ ഹൈ ആണ്. പക്ഷേ എന്നിരുന്നാലും പിന്നെ ജോബിലൊക്കെ ആയി, പിന്നെ എന്തോ പറയാം, ബൈക്കിൻ്റെ ആ ഒരു ആവശ്യകത ഇല്ല എന്നുള്ളൊരു കോൺസെപ്റ്റിലെത്തിയപ്പോൾ എനിക്ക് ആ ഒരു സമയത്തുള്ള ഒരു ആ ഒരു ഡ്രീം ആയിരുന്നല്ലോ ഈ ഒരു 25 എടുക്കണം എന്നുള്ളത്. സോ അതെടുത്തു. പിന്നെ വേറെ കുറേ ഫ്രണ്ട്സിൻ്റെ ബൈക്കും കാര്യങ്ങളൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്ത് ഓടിച്ചു. പിന്നെ ബൈക്കിനോടുള്ള ഒരു പ്രണയം അവിടെ അവസാനിക്കുകയാണ് ചെയ്തത്. പക്ഷേ ഇതിപ്പം നമ്മുടെ നാട്ടിലുള്ള എനിക്കൊന്ന് എല്ലാ പേരൻസിനും ഒരു ഒറ്റ മോനാണെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, സത്യം പറയാമല്ലോ. ഒരു ബൈക്കാണെങ്കിൽ ഇപ്പം അവർ പറഞ്ഞ് കാറ് നീ ഓടിച്ചു, പക്ഷെ അതിന് പ്രശ്നമില്ല. പക്ഷെ ബൈക്ക് ഡേഞ്ചറാണ്. ഒന്നാമത് ഈ ബൈക്ക് അപകടം ഭയങ്കരമായിട്ട് കൂടി നിൽക്കുന്ന ഒരു സമയം കൂടെ ആയിരുന്നു ആ സമയത്ത്. അപ്പം അതെല്ലാം കൂടെ കണ്ടിട്ടായിരിക്കണം അവർക്ക് ഒരു വിഷമം വന്നതും പിന്നെ ബൈക്കിനോടുള്ള ഒരു അതൃപ്തി അറിയിച്ചതും. ഞാൻ കുറേ കരഞ്ഞു ആ സമയത്ത്, ഒരുപാട് കരഞ്ഞു. എനിക്കൊരു ബൈക്ക് വേണം. ഞാൻ പറയുന്നത് 2020 ആ സമയം, കോവിഡിന് മുമ്പുള്ള ഒരു ടൈമാണ്. 2019 ഡിസംബറോ ആ സമയമാണെന്ന് തോന്നുന്നു. പക്ഷെ അവർ പറഞ്ഞു ബൈക്കില്ല, നീ വേറെ വല്ല പണിയും നോക്കാൻ പറഞ്ഞു. അപ്പം അങ്ങനെയാണ് ബാംഗ്ലൂരിലേക്ക് മൂവ് ആയ സമയത്ത്, അതും അവിടെ പഠിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ TNT 25 എടുക്കുന്നത്. എടുത്തപ്പോൾ വളരെ സന്തോഷമായി. പക്ഷെ എന്നാലും ജോലിയിലൊക്കെ കയറി ജോബിൻ്റെയൊക്കെ തിരക്കിലായപ്പോൾ പിന്നെ അത് ഉപേക്ഷിക്കേണ്ട വന്നു. ഇപ്പോഴും ഒരു സ്പോർട്സ് ബൈക്ക് ഇത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അപ്ഡേറ്റ് ചെയ്യാൻ വഴിയെ ഞാൻ പറയാം. സോ അതായിരുന്നു ആ ഒരു സ്റ്റോറി. എല്ലാവർക്കും ഇങ്ങനെ ഒരു സ്റ്റോറി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഈ ബൈക്ക് എന്ന് വെച്ചാൽ അറിയാലോ, എല്ലാവർക്കും ഒരു പേടിയാണ്. അങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ സ്കൂട്ടറിനോട് അവർക്ക് ആ പേടിയില്ല. അതാണ് അവരുടെ ലോജിക്ക്. ബൈക്കിനോടുള്ള ഒരു പേടിയാണ്, സ്കൂട്ടറിനോട് എസ്പെഷ്യലി നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഭയങ്കര ഇല്ല. കാരണം അതൊരു ഫാമിലി ഫ്രണ്ട്ലി ആണെന്നാണ് അവരുടെ വിചാരം. അതായത് സ്കൂട്ടറിൽ പോയാൽ വീഴൂല എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കണം. അതെന്ത് കോൺസെപ്റ്റ് ആണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ, നമുക്ക് ലൊക്കേഷനിലേക്ക് വരാം. അപ്പം കണ്ടില്ലേ, പതുക്കെ നമ്മൾ ലൊക്കേഷനിൽ കയറി തുടങ്ങിയപ്പോൾ എന്തൊരു കുളിർമേറിയ ഒരു കാഴ്ചയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. കാരണം ഐൽ ഓഫ് മാൻ ഒരു കിടിലം, ഒന്നും പറയാനില്ലാത്ത ഒരു ലൊക്കേഷനാണ്. കുറേ പേർക്കൊക്കെ അറിയായിരിക്കും ഐൽ ഓഫ് മാനൊക്കെ പറ്റി. ലണ്ടൻ റീജിയനിൽ കിടക്കുന്ന ഇവർക്ക് സ്വന്തമായൊരു ഗവൺമെൻറ് സിസ്റ്റം ഒക്കെ ഉണ്ട് ഐൽ ഓഫ് മാൻ. സോ അത് മാത്രമല്ല, ഇവിടെ TT ഇല്ലേ, TTയുടെ ഫേമസ് റേസ് ട്രാക്കും കൂടെയാണ് ഇത്. ഒരു സിമുലേഷൻ ആണെങ്കിൽ പോലും ഓടിക്കുന്നതിൻ്റെ അതേ ഫീലാണ് എനിക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് അങ്ങനെ സ്പീഡ് കൊടുക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. ഇപ്പോൾ സ്പോർട്സ് ബൈക്കല്ല, ഏത് ബൈക്കാണെങ്കിലും ഇവിടെ സ്പീഡ് കൊടുത്താൽ തള്ളിയടിച്ച് താഴെ കിടക്കും, അതിനൊരു സംശയം വേണ്ട. പിന്നെ BMW ആണ് നമ്മൾ ഓടിക്കുന്ന മോഡൽ. ബൈക്കിനെ പറ്റി പറയുകയാണെങ്കിൽ കിടിലം, ഒന്നും പറയാനില്ല. ബ്രേക്കിംഗ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ട്.
സ്പോർട്സ് ബൈക്കിൻ്റെതായ ഗുണം കാണിക്കുന്ന ഒരു സെഗ്മെന്റിൽ വരുന്ന ബൈക്കാണ്. പിന്നെ ട്രാവലിങ്ങിന് ഇത് ചൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ അഡ്വാൻറ്റേജ് ഉണ്ട്. അതായത് ABSും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ ആക്യുറേറ്റ് ആണ്. ഓഹോ, ക്ലൈമറ്റ് കുറച്ച് ഇരുണ്ട് തുടങ്ങിയല്ലോ ഗൈസ്, അല്ലേ? നല്ലൊരു സ്പീഡ് എടുക്കാനാണ് ഞാൻ ഈ നോക്കുന്നത്. പക്ഷെ നല്ലൊരു ട്രാക്ക് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല. നല്ലൊരു റോഡല്ല ഇതിപ്പോൾ. ഇപ്പം സ്പീഡ് എടുത്താൽ നമുക്ക് നേരെ മണ്ടയിലോട്ടൊരു പോക്ക് പോവാം, അറിയാലോ. അപ്പം അതായിരുന്നു എൻ്റെ ബൈക്കിൻ്റെ സ്റ്റോറി. പിന്നെ കാറിനോട് എനിക്ക് വലിയ പ്രണയം അത്ര ഇല്ല. ഉണ്ടായിരുന്നു, കൊച്ചുനാളിലൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. കാരണം നമ്മളിപ്പോൾ ഒരു സേവിങ് മോഡിലാണേ. അപ്പോൾ അതുകൊണ്ട് കുറേ ഡ്രീംസൊക്കെ നമ്മൾ സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അല്ലേ? സത്യമല്ലേ? ആ സമയത്ത് സത്യം പറഞ്ഞാൽ ഒരുപാട് ഞാൻ വിഷമിച്ചൊരു ടൈമും കൂടെയാണ് 2019. അത് പ്രതീക്ഷയൊന്നും നടന്നില്ല ലൈഫിൽ. എന്നിരുന്നാലും ഗോഡ്സ് പ്ലാൻ മേഡ് ഇറ്റ് ബെറ്റർ. 2020 പോസ്റ്റ് കോവിഡ് സമയമാണ് നല്ല രീതിയിൽ ഭാവി തെളിഞ്ഞ് വന്നൊരു സമയം എന്ന് വേണമെങ്കിൽ പറയാം. കറക്റ്റായിട്ടുള്ളൊരു ഫീൽഡിൽ കയറി പറ്റി, നല്ലതായിരിക്കും. കുറച്ച് സ്പീഡ് നമുക്ക് എടുക്കാം, ആക്സിലറേഷൻ കുറച്ച് കൂട്ടാം. എന്നാലും എനിക്കൊരു പേടിയാണ്. കാരണം ഇപ്പം നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പം അറിയാത്ത റോഡുകളിൽ പോയാൽ ആരും അങ്ങനെ സ്പീഡ് എടുക്കില്ല. കാരണം എന്താ, റോഡ് നമുക്ക് അപരിചിതമാണ്. അതുപോലെ തന്നെ തീർച്ചയായും എവിടെയാണ് ടേൺ വരുന്നതെന്നോ അല്ലെങ്കിൽ എത്ര വീതി ഉണ്ടെന്നോ മുമ്പോട്ട് പോകുമ്പോൾ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ, അല്ലേ? അതൊക്കെ കൊണ്ടാണ് എല്ലാവർക്കും ഒരു പേടി. ആ പേടി എന്നിലുമുണ്ട് ഇപ്പോൾ. പിന്നെ ലൊക്കേഷൻ കണ്ട് ആസ്വദിക്കുന്ന ഒരു പോയിന്റ് ഓഫ് വ്യൂ ആണ്. സ്പീഡ് എടുത്ത് പോയാൽ ലൊക്കേഷൻ ഒന്നും അങ്ങനെ കാണാൻ പറ്റില്ലല്ലോ. നമ്മൾ ബൈക്ക് ടെസ്റ്റ് ഡ്രൈവിന് വന്നതല്ലല്ലോ ആഫ്റ്റർ ഓൾ. BMW കിടില മോഡലാണ്. 2021 സെഗ്മെൻറ്റാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. എന്തായാലും കൊള്ളാം. ഐ മീൻ നല്ലൊരു ഫീഡ്ബാക്കാണ് ബൈക്ക് നമുക്ക് തരുന്നത്, ഒരു സംശയം വേണ്ട. അയ്യോ, അവിടെ ഇപ്പോൾ നമ്മൾ തട്ടിയടിച്ച് അവിടെ കിടന്നേനെ, ആരുടെയോ ഭാഗ്യം. അപ്പോൾ നമ്മളെ ട്രാവൽ ബ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത്. 4K ക്യാമറയിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. ആ ഒരു റിയലിസ്റ്റിക് ഫീൽ നിങ്ങൾക്ക് കിട്ടും ഡെഫിനറ്റ്ലി. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയണമെന്ന് വെച്ചാൽ, ഓൾറൈറ്റ്, നിങ്ങളിത് മാക്സിമം കാണുക, അവസാനം വരെ വാച്ച് ചെയ്യുക. കുറേ മെമ്മറീസ് നമുക്ക് ഷെയർ ചെയ്ത് പോകാം. ഇടയ്ക്കിടയ്ക്ക് ഒരു കാടും കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ടല്ലേ ഈ റോഡ് സൈഡിൽ തന്നെ. കൊള്ളാം, ഇവരുടെ പ്ലാന്റേഷനും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അതായത് ആരെ ഉപദ്രവിക്കാത്ത രീതിയിലാണ് വെച്ചേക്കുന്നത്. സത്യം പറയാമല്ലോ, കുറച്ച് അങ്ങും ഇങ്ങുമായിട്ട് 2-3 വീടൊക്കെ ഇപ്പോൾ കണ്ടു. എന്തായാലും അങ്ങനെ സ്പീഡ് ഞാൻ 75-90 ഇപ്പം ലിമിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഈ ഒരു ക്ലൈമറ്റും അത്ര അനുകൂലമായൊരു ക്ലൈമറ്റിലല്ല നമ്മൾ റൈഡ് ചെയ്യുന്നത്. പക്ഷേ എന്നിരുന്നാലും സ്ഥലം കാണാൻ വളരെ അനുകൂലമായൊരു ക്ലൈമറ്റാണ് മഴ, അറിയാലോ. അതിപ്പോൾ ആ ഒരു ലാൻഡ്സ്കേപ്പിൻ്റെ ബ്യൂട്ടി ഡബിളായിട്ട് എനിക്കിത് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ അതായത് വെയിലത്ത് നിൽക്കുന്നതിനേക്കാളും മഴയത്തൊരു ലാൻഡ്സ്കേപ്പ് കാണുമ്പോൾ വളരെ മനോഹരമായിട്ടാണ്, അല്ലേ? സത്യമല്ലേ? അതിമനോഹരമായ ഒരു ലാൻഡ്സ്കേപ്പാണ് നമ്മുടെ മുമ്പിൽ ഐൽ ഓഫ് മാൻ. കാരണം ഇത് പലരുടെയും ഒരു ഡ്രീം, യു ക്യാൻ സേ ഒരു ഡ്രീം വേക്കേ പ്ലേസ് ആണ് ആഫ്റ്റർ ഓൾ. ലൈക്ക് എൻ്റെയും ഫോർ ഷുവർ. എനിക്ക് ഞാൻ പറയുന്നത് ഇത് ബ്രിട്ടീഷ് ഗവൺമെൻറ് അണ്ടറിൽ അല്ല എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് അത് ഇപ്പോൾ ആരെങ്കിലും അത് ഒരു ക്രോസ് ചെക്ക് ചെയ്താൽ ബെറ്റർ ആയിരിക്കും. കാരണം ഞാനൊരു ഹാഫ് ബിലീഫിലാണ് പറയുന്നത്. ഇത് അവരുടേതായ സ്വന്തം ഗവൺമെൻറ് അവർക്കുണ്ട്. അവർക്ക് അതിൻ്റെ സ്വന്തമായി. ഇവിടെ നിന്ന് എങ്ങോട്ടാ? ഹലോ ചേട്ടാ, റൈറ്റ്. ഓക്കെ, റൈറ്റ് എടുക്കാം. പുള്ളിക്കാരെ റൈറ്റ് എന്നാണ് കാണിച്ചത്. ഇവിടെ നമുക്ക് റൈറ്റ് എടുക്കാം, റൈറ്റിലോട്ട് തന്നെ. മഴ വില്ലനായിക്കൊണ്ടിരിക്കുകയാണല്ലോ ഗൈസ്. സ്പീഡിലും പോകാൻ പറ്റൂല, പതുക്കെയും പോകാൻ പറ്റൂല. ഇത് എന്തൊരു കഷ്ടം. നമ്മുടെ നാട്ടിലും നല്ല മഴയാണല്ലേ.
ഇതാണ് കുഴപ്പം. സ്പീഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്ത കണ്ട 150-200 അങ്ങ് കയറും ബൈക്ക് ഒറ്റ അടിക്ക്. അതുകൊണ്ടാണ് പതുക്കെ പോകുന്നത്. കാരണം നമ്മൾ ലൈഫാണല്ലോ നമുക്ക് വേണ്ടത്. എന്തായാലും ഞാൻ റൈഡിങ് ഗിയർ എല്ലാം ഇട്ടിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഇപ്പം എന്തെങ്കിലും കാര്യമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും പറ്റും. ഹ്യൂമൻ ബോഡി നല്ല ഫ്രജൈലാണ് ആഫ്റ്റർ ഓൾ. കിടലുള്ള ലൊക്കേഷനിലേക്കാണ് നമ്മളിനി പോകുന്നത്. കുറച്ച് സ്പീഡിൽ പോവാം. ഇതാണ് കുഴപ്പം. സ്പീഡ് എടുത്തുള്ള പ്രശ്നം കണ്ടില്ലേ. ഒന്നാമത് മഴ പെയ്ത് ഗ്രിപ്പില്ലാതെ നടക്കുക റോഡ്. ബ്രേക്കൊക്കെ ചവിട്ടി പതുക്കെ പോകാൻ കേസ്. ഇല്ലെങ്കിൽ വൈദ്യരെ കൊണ്ട് മുഖത്തിട്ട് ചവിട്ടേണ്ടി വരും അല്ലേ. അതിന് ഭേദം. അയ്യോ, എന്തൊരു ടേൺസാണ് കേസ്. ആരെങ്കിലും ഇങ്ങോട്ട് ട്രാവൽ ചെയ്യുന്നവരുണ്ടെങ്കിൽ ഈ ടേൺസും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇപ്പോഴും നോക്കി വെച്ചോ. ഇതെന്തോടെ എസ് വളവാ. ഇവിടെ ഉണ്ടോ എസ് വളവൊക്കെ? അതൊക്കെ നമ്മൾ മൂന്നാറിലേക്കും ഊട്ടിയിലേക്കും പോകുമ്പോൾ അല്ലേ, വയനാട് ചുരം ഒക്കെ എസിന്റെ ഒരു കളിയാണ് അല്ലേ. അതൊക്കെ ഒരു വൈബാണ്. എസ് വളവ് ഓരോന്നും നമ്മൾ മണ്ടലോട്ട് കയറുമ്പം ചെവി ഓരോ ലെവലായിട്ട് അങ്ങ് അടയും അല്ലേ. ഇത് കാണുന്നവരൊക്കെ എന്തായാലും ടൂറ് പോയിട്ടുള്ളവരായിരിക്കണം. സ്കൂളിൽ നിന്നാണെങ്കിലും കോളേജിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലി ട്രിപ്പ്. അപ്പോൾ അവരൊക്കെ ഈ മൂന്നാറും ഊട്ടിയൊക്കെ ട്രിപ്പ് പോകുന്ന സമയത്ത് അല്ലേ നമ്മുടെ ചെവി ഇങ്ങനെ ഓരോന്നായിട്ട് അടഞ്ഞടഞ്ഞ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അല്ലേ. എന്നിട്ട് മണ്ടയിൽ നിന്ന് താഴോട്ട് ഇറങ്ങുമ്പോൾ മാത്രമാണ് ആ ചെവി പിന്നെ തുറക്കത്തുള്ളൂ അല്ലേ. അങ്ങനെയാണ് അത്. ഓരോ കാര്യങ്ങൾ അറിയാലോ. ഇപ്പോൾ നമ്മുടെ ജീവിതം നമ്മളെ കൊണ്ട് എങ്ങോട്ടേക്ക് എത്തിക്കും എന്നുള്ളതാണ്. ഞാൻ കുറച്ചു നേരം മഴ ഇങ്ങനെ ആസ്വദിച്ചങ്ങ് നിന്ന് പോയി കഴിയും. സത്യം പറയാലോ, നമുക്കിവിടെ നിർത്താം. കാരണം കുറേ നേരം കൊണ്ട് ഓടിക്കുകയാണ്. ഇവിടെ ചവിട്ടാം. കുറച്ച് നേരം റെസ്റ്റ് എടുത്തിട്ട് പോവാം അല്ലേ. ഇതാണ് ബാക്ക് വ്യൂ. കിടല ലൊക്കേഷനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. കിടല ലൊക്കേഷൻ ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ നമുക്ക് ഹെൽമെറ്റ് ക്യാമറയിലോട്ട് സ്വിച്ച് ചെയ്യാം. അതൊക്കെ എടുക്കാം. നമുക്ക് 4-5 ക്യാമറ നമ്മുടെ ബൈക്കിൽ ഞാൻ ഘടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒന്ന് 360 ഡിഗ്രി ഉണ്ട്. അതുപോലെ 3rd person വ്യൂവും കാണിക്കുന്ന ഒരു ക്യാമറയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മുടെ ഹെൽമെറ്റ് മൗണ്ടഡ് ആണ്. പതുക്കെ ഓടിക്കാൻ കേസ്. കാരണം അങ്ങനെ പെട്ടെന്ന് പോകേണ്ട കാര്യമില്ല. ഒന്നാമത് ഞാൻ പറഞ്ഞ കണക്ക് തന്നെ നല്ല മഴയാണ് ഇവിടെ. അത് ഒടുക്കത്തിട്ടാണ് കണ്ടില്ലേ. നമ്മുടെ എസ് വളവെന്നൊക്കെ പറയാൻ അത് കുറച്ച് നേരം ന്യൂട്രി പോവാം. ഓക്കെ, അതൊക്കെ അങ്ങോട്ട് ഇറങ്ങിയാൽ മതി. ഇതിലെ ലൊക്കേഷൻ അല്ലേ. നമുക്ക് ആ റൈറ്റ് സൈഡിലോട്ട് നോക്കുമ്പോൾ ഇത് അതിമനോഹരമായ കാഴ്ച അല്ലേ. ലെഫ്റ്റിൽ പിന്നെ കുറച്ച് ക്ലിഫും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഇത്രയും കിലോമീറ്ററിൽ പോവാം. നല്ല മഴ തന്നെ. കുറച്ച് ആക്സിലേഷൻ കൊടുക്കാം. നമ്മളൊരു നല്ലൊരു തേര് താഴോട്ട് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ കുറേ മരങ്ങളുണ്ടല്ലോ. ഇത് ഏതാ? പൈൻ ട്രീസ് ആണോ? ഫിർ ട്രീസ് ആണെന്ന് തോന്നുന്നു. ഇത് ഫിർ ട്രീസ് ആണ് ഐ തിങ്ക്.
അപ്പുറം സൈഡ് എടുക്കാം എന്തായാലും. അയ്യോ, മഴ പ്രശ്നമുണ്ട്, ഇവിടെ നിർത്താം. അതെ ഗൈസ്, ഒരു രക്ഷയില്ല. ഇത് ഫിൽട്രീസ് ആണ്, പതുക്കെ എടുക്കാം ഗൈസ്. പതുക്കെ എടുക്കാം. നല്ല മഴയാണ്. നിങ്ങളിപ്പോൾ ഹെൽമെറ്റിലായതുകൊണ്ടാണ് മഫിൾഡായിട്ട് കേൾക്കുന്നത് സൗണ്ട്. കാരണം അറിയാമല്ലോ, ഹെൽമെറ്റ് വെക്കുമ്പോൾ ഉള്ളത് ഇത് തന്നെ നിങ്ങൾക്ക് കേൾക്കും. കുറച്ച് ആൾക്കാരൊക്കെ സൈഡിൽ വന്ന് നിൽപ്പുണ്ട്. അവർക്ക് ഈ മഴ കാണാൻ വേണ്ടി വന്നതായിരിക്കണം, അല്ലെങ്കിൽ ടൂറിസ്റ്റേഴ്സ് ആയിരിക്കണം. നല്ല നല്ല കുറേ ലൊക്കേഷൻസ് ഉള്ള സ്ഥലമാണ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ. നല്ലതല്ല, ഇതിനകത്തുള്ള എല്ലാ ലൊക്കേഷനും കിടിലമാണ്. ഐൽ ഓഫ് മാൻ നിങ്ങൾ ട്രാവൽ ചെയ്യാൻ തീർച്ചയായിട്ടും ഒരു ഇൻ്റർനാഷണൽ ട്രാവലോ. ഇത് എന്തൊരു ടേൺ ഇവിടെ ഒരു സെക്കൻഡ്. ഇവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ഓക്കെ, നിങ്ങൾ ആരെങ്കിലും ഇൻ്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാവുന്ന 3-4 ലൊക്കേഷൻ. ഐ തിങ്ക് ഈ ലണ്ടൻ മൊത്തത്തിൽ, ലണ്ടൻ്റെ കൺട്രി സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ വളരെ, എൻ്റെ ഒരു ഫ്രണ്ട്, ഏതാ വ്യൂ ഗേസ്, ഒന്നും പറയല്ല. ലണ്ടൻ്റെ കൺട്രി സൈഡ് വ്യൂ എന്ന് പറഞ്ഞാൽ അതൊരു വേറിട്ട അതിമനോഹരമായ ഒരു കാഴ്ച തരുന്നൊരു വ്യൂ ആണ് ഗേസ്. അതൊക്കെ കുറച്ച് സ്പീഡ് കൊടുക്കുക. ഇനി കുറച്ച് കൂടുതൽ ഇത്തിരി ഓവർ റേസ് ആയെന്ന് സംശയം. അതിപ്പോൾ പണി നമുക്ക് കിട്ടിയാൽ നമ്മൾ നേരെ കൊക്കയിലോട്ടൊരു പോക്കങ്ങ് പോവും. ബൈക്കിനൊന്നും പറ്റിയിട്ടില്ല. ഒരു കിടിലം വീഴ്ച. ഞാൻ അവിടെ എൻ്റെ ഒരു പ്രശ്നത്തിൽ അവിടെ പോയി ഒറ്റ അടിച്ചവിടെ ഇല്ല, ഒന്നും പറ്റിയിട്ടില്ല എനിക്ക്. ചെറുതായിട്ട് അവിടെ സ്കിഡായതാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേസ്. ഓക്കെ, അതൊക്കെ ഓക്കെ. ഇവിടെ അങ്ങനെ ഇപ്പം നിങ്ങൾ വിചാരിക്കും വേറെ ബൈക്കും കാറും ഒന്നും കാണുന്നില്ലല്ലോ എന്ന്. അതെന്ന് വെച്ചാൽ നമ്മളിത് പ്രൈവറ്റായിട്ട് അങ്ങ് എടുത്തേക്കാണ് സത്യം പറയല്ലോ. കാരണം നമ്മൾ വരുന്ന അനുസരിച്ച് തന്നെ ഒരാളും പുറത്തിറങ്ങൂല. കാരണം ഒന്നാമത് മഴയും കൂടെ, അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കണം ആൾക്കാരൊന്നും പുറത്ത് കാണാത്ത. ഇനി ഇവിടെ ഇതുവഴി കൂടെ അങ്ങനെ 2 ആൾക്കാർ അവിടെ നിൽക്കുന്നത്. മിക്കവാറും എന്തെങ്കിലുമൊക്കെ കാണാൻ വേണ്ടിയായിരിക്കും ഒരു സൈഡിൽ വന്ന് നിൽക്കുന്നത്. ഏതാ കേസ്, എന്തോ ഇത് ലൈക്ക്, ഏതാ വ്യൂ, ഒന്നും പറയാനില്ല കേട്ടോ സത്യം. അതൊക്കെ എടുക്കാം. നമ്മൾ സത്യം, ഞാൻ ഒരു ഫാക്റ്റ് ഇപ്പോൾ പറയട്ടോ, 150ക്ക് മേളിൽ നമ്മൾ കയറിയിട്ടേ ഇല്ല. അത് കാരണം ഇതൊരു ട്രാവൽ വ്ളോഗ് ഞാൻ എടുക്കുന്നതുകൊണ്ടാണ്. ഇതിപ്പോൾ റേസും കാര്യങ്ങളൊക്കെ, റേസിങ് അത്ര ചെയ്യേണ്ട കാര്യമില്ല ഇതിൽ. നിങ്ങൾ ലൊക്കേഷൻ കാണുക. ഇവിടെ ഒരു വീട് ഇവിടെ കാണാൻ പറ്റും. ഇതൊരു കോട്ടേജ് പോലെ ഉണ്ട്. കുറച്ച് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെ വന്ന് നിൽപ്പുണ്ട്. നമുക്കൊരു വരവേൽപ്പ് തരുവാണെന്ന് വരെ എനിക്ക് സംശയമുണ്ട്. ഓക്കെ, അവരൊക്കെ ബാരിക്കേഡ് വെച്ച് തടഞ്ഞിട്ടുണ്ട് പോലീസ്. ബോധമില്ലാത്ത റോഡിലോട്ട് ഇറങ്ങി വരാതിരിക്കാനായിരിക്കും. ഇവിടെ എന്തോടെ ഒരു മരം ഒറ്റയ്ക്ക് നിൽക്കുന്നത്, ഒറ്റപ്പെടലാണെന്ന് തോന്നുന്നു മരം. 150ക്ക് മേളിൽ ഞാൻ കയറ്റും. നല്ലൊരു റോഡ് കാണുന്നുണ്ട്. നല്ലൊരു കുറേ ലൊക്കേഷൻസ് നമുക്ക് കാണാൻ പറ്റിയല്ലേ. നല്ലൊരു റോഡ് പാത്തിൽ കൂടെ പോയി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആ ഒരു ലൊക്കേഷൻ കാണാൻ പറ്റി ഗൈസ്. കുറച്ചൊരു ബോഡി ക്യാമിലോട്ട് പോവാം. റൈറ്റ് പൊസിഷൻ. അതിമനോഹരമായ കുറെ കാഴ്ചകൾ. ഓക്കെ, വീണ്ടും
നല്ലൊരു അതിമനോഹരമായൊരു ട്രിപ്പ് എന്ന് തന്നെ നമുക്ക് സൂചിപ്പിക്കാം അല്ലേ. അപ്പോൾ ഓക്കെ, നമ്മുടെ ഇപ്പോഴത്തെ ട്രാവൽ വ്ലോഗ് ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. പറഞ്ഞ കുറച്ചുകൂടെ പോകാം, നല്ല കുറച്ച് ലൊക്കേഷൻസ് ഇനി ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. നല്ലൊരു ട്രിപ്പായിരുന്നു. ഓക്കെ, തീർച്ചയായിട്ടും നല്ലൊരു ട്രിപ്പായിരുന്നു. യെസ്, ഇതുവരെ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. സോ നമ്മൾ അടുത്ത വ്ളോഗും ട്രാവൽ വ്ളോഗുമായിട്ട് ഉടനെ വരുന്നതായിരിക്കും. ഓൾറൈറ്റ്, യെസ്, ബൈ.